ഹലോ കൂട്ടുകാരെ, നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാടൻ ബോട്ടിക്കറിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമ്മൾ മേടിച്ച ബോട്ടി വൃത്തിയായി പച്ചവെള്ളത്തിലും നല്ല ചൂടുള്ള വെള്ളത്തിലും കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം വൃത്തിയാക്കിയെടുത്ത ബോട്ടി നമ്മൾ അതിൻ്റെ പാകത്തിന് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇതുപോലെ കത്രിക വെച്ച് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം വൃത്തിയാക്കിയെടുത്ത ബോട്ടി കുക്കറിലോട്ടിടുക. അതിലോട്ട് സവാള, ഇഞ്ചി, പച്ചമുളക് മുതലായവ ചേർത്തതിന് ശേഷം കുക്കർ നമുക്ക് അടച്ച് വിസിൽ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോട്ടിയിൽ നിന്ന് വെള്ളം ഇറങ്ങി അതായിക്കോളും. ഈ കറി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നാൽ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് നമ്മുടെ മുളക്, പച്ചമുളക്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുവന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ അതിൽ കറിവേപ്പിലിട്ടു. നമ്മൾ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കളറൊക്കെ മാറി ഏകദേശം ഈ ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ല, മഞ്ഞൾപ്പൊടി ഇടാമെന്ന് ഇടാം. കുറച്ച് മുളക് പൊടി, മുളകാത്തൂൾ, കുറച്ച് മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി. കറിക്ക് ടേസ്റ്റ് വേണം ഈ മല്ലിപ്പൊടി. അതിൽ 3 സ്പോട്ടുണ്ട്. മല്ലി നോക്കിയോ? മസാലപ്പൊടിയൊക്കെ ഒന്ന് ശരിക്കും ഇറക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വയ്ക്കും. ഇറക്കി കഴിയുമ്പോൾ മണം നല്ല മണം വരുന്നുണ്ട്. വെറുതെ മണം കിട്ടുന്നില്ലെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കുന്നതോടുകൂടി ബോട്ടിക്കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു.